സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നവരാണ്, സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മളുടെ തമ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മളുടെ മഞ്ഞളുടെ അത്ഭുത ഗുണങ്ങൾ, അത്ഭുത ടിപ്സുകളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും കാണുക, ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. ആദ്യമായിട്ട് ഞാനിവിടെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി ചീകിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക. അരിഞ്ഞെടുത്താൽ പറ്റില്ല, ചതച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ചീകിയോ എടുക്കുക കേട്ടോ. നമ്മളുടെ മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യപ്രദമായി വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മഞ്ഞൾ. പക്ഷെ നമുക്ക് അത് അടുക്കളയിൽ പല കാര്യങ്ങൾക്കും പല നമ്മളുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണ് കേട്ടോ നമ്മളുടെ മഞ്ഞൾ. അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. ഈ ഒരു 2 വെളുത്തുള്ളി ചെറുതായി ചീകിയെടുത്തതിലേക്ക് നമ്മളൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മളുടെ ഒരു ചാക്കിലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ വളരെ അധികം മഞ്ഞൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല ബെനിഫിറ്റ്. അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. വെളുത്തുള്ളി, നമ്മളുടെ മഞ്ഞൾ, പച്ച വെളിച്ചെണ്ണ എന്നീ മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മളുടെ കൈയുടെ വിടവിൽ, വിരലിൻ്റെ സൈഡിൽ അങ്ങനെ നമുക്കൊരു ചൊറിച്ചിൽ, പൊട്ടലൊക്കെ ഉണ്ടാവില്ല. അതുപോലെ കുഴിനകം വരല്, അതുപോലെ വളംകടി, മറ്റേ വെള്ളത്തിലൊക്കെ നടന്നു കഴിയുമ്പം കാലിൻ്റെ സൈഡൊക്കെ പൊട്ടൽ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഇത്. രാത്രി നിങ്ങൾ തേച്ച് കിടന്നതിന് ശേഷം രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. ഒരാഴ്ച ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും കേട്ടോ. ദിവസവും നിങ്ങൾ തേൽക്കണം. ഇതുണ്ടാക്കി വെച്ച് നമ്മളത് ഉപയോഗിച്ചാൽ മതി, അതൊന്നും പെട്ടെന്നൊന്നും ചീത്തായി പോവില്ല. അടുത്തതായിട്ട് നമ്മൾ വാസലിനാണ് എടുത്തേക്കുന്നത്. വാസലിൻ ഇല്ലാത്ത വീടുകളില്ല, എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് നമ്മളുടെ പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനിയിപ്പം നമ്മൾ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവില്ലേ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ കുറച്ച് മാത്രം പേസ്റ്റ് എടുക്കുക. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ഇറിറ്റേഷൻ അവിടെ നിങ്ങൾ ഇതുപോലെ തേച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയുക. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിന്നിന് വളരെ പ്രോബ്ലം ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സാധനങ്ങൾ മേടിച്ച് ഞാൻ ഇതിനുള്ള മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കുപ്പിയൊന്ന് പെട്ടെന്ന് കഴുകിയിട്ടില്ല, ഉണക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വിനാഗിരി കൊണ്ട് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂവോ ഇതുപോലെ മുക്കിയതിന് ഒരു നുള്ള് മാത്രം മതി കേട്ടോ. ഒരു ഇറ്റ് മാത്രം ആ ഒരു ഇതിൽ ആകാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കുപ്പി നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയ പോലത്തെ എഫക്റ്റ് നമുക്ക് കിട്ടും. സാധനങ്ങൾ ഇട്ട് വെച്ചാലും ചീത്താവില്ല കേട്ടോ. ഇതിന് മുമ്പുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറേയൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം തന്നെ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നിങ്ങൾ സാധനങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ 1 വർഷമായാലും അതിൽ പ്രാണികളോ വണ്ടുകളോ ഒന്നുമില്ലാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഒരു കുഴപ്പമില്ലാതെ നമ്മൾ പയറ്, കടല, പരിപ്പ്, ഏതൊരു ധാന്യമാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കട്ടെ. വളരെ എഫക്റ്റീവായിട്ടുള്ള, സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത നല്ലൊരു ഹോം റെമഡിയാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇത് മഞ്ഞളും ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കുക. നമ്മളുടെ അരിയിലാണെങ്കിൽ ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഈ മഞ്ഞളും ഉപ്പും കൂടെ കിഴി പോലെ കെട്ടി ഒരു തുണിയിൽ കെട്ടിയിട്ട് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അരിയിലാണെങ്കിൽ നമ്മൾ കുറേ ആയിരിക്കുമല്ലോ അരി വാങ്ങുന്നത്. ചെയ്ത് നോക്കാം. അടുത്തായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കർപ്പൂരവും കേട്ടോ. കർപ്പൂരം ഇതുപോലെ നല്ലതുപോലെ നല്ല പൊടിഞ്ഞ് കിട്ടും പെട്ടെന്ന്. അത് നല്ല ക്വാളിറ്റിയുള്ള കർപ്പൂരം തന്നെ എടുക്കണം. നമ്മൾ ലോക്കലായിട്ട് കടകളിൽ നിന്ന് വാങ്ങുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. നമ്മൾ വൈദ്യശാലയിൽ പോയിട്ട് മേടിച്ചാൽ നല്ല മണമുള്ള, നല്ല ഗുണമുള്ള നമ്മളുടെ കർപ്പൂരം കിട്ടും കേട്ടോ. അത് 2 എടുത്തിട്ട് നല്ലപോലെ പൊടിച്ചതിന് ശേഷം കുറച്ച് പേസ്റ്റ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നുള്ള് മഞ്ഞൾ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ള് മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യും. ഇത് നമ്മളുടെ പാറ്റ ഗുളിക വാങ്ങാതെ തന്നെ, പാറ്റ ഗുളികയും അതുപോലെ പല്ലിയുടെ ശല്യമൊക്കെ
ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പാറ്റഗുളിയൊക്കെ നമ്മളുടെ എന്താണ് ഷെൽഫിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ഒരു ഇറിറ്റേഷനുള്ളൊരു സ്മെല്ലാണ്. നമ്മളുടെ പാത്രങ്ങളിലൊക്കെ ആ ഒരു സ്മെല്ല് പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വെക്കുന്ന പാത്രങ്ങൾ വെക്കുന്ന എല്ലായിടത്തും നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് വെക്കുക. അത് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഉണങ്ങിപ്പോകും. അത് പറിച്ച് കളഞ്ഞതിന് ശേഷം അടുത്ത ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പല്ലി, പാറ്റ, പ്രാണികൾ ഒന്നിൻ്റെ ശല്യം ഉണ്ടാവില്ല. നമ്മളുടെ കബോർഡിനൊക്കെ നല്ലൊരു ഫ്രഷ് മണവും ഉണ്ടാവും കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നമുക്ക് പാത്രങ്ങൾ എടുക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ്. എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ മിക്സിയിൽ നമ്മൾ പലതരം മസാലകൾ, തേങ്ങാരക്കും അതുപോലെ തന്നെ കറി മസാലകൾ, പലതരം മസാലകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനൊരു ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ മങ്ങി ബ്ലേഡിൻ്റെ മൂർച്ച കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നല്ല കടുപ്പത്തിൽ നല്ല കട്ടൻ ചായ എടുക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം, അതൊന്നും ഞാനിവിടെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, നല്ല കടുപ്പത്തിന് എടുക്കണം കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളുടെ ഐസ് ക്യൂബ്സ് ഇല്ലേ അതുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചായ, കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ അതിലുള്ള കറകളും അതുപോലെ അഴുക്കുകളും കളയാനും ഇതുപോലെ ഒന്ന് നിങ്ങളൊരു 2-3 മിനിറ്റ് അടിച്ചെടുത്താൽ മതി. അതുപോലെ മഞ്ഞൾ പൊടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിലുള്ള അണുക്കളൊക്കെ പോകാനും ഒക്കെ സഹായിക്കും. ഐസ് ക്യൂബ്സ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലേഡ് നല്ല മൂർച്ച വെക്കും കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ജാറുകളും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മൂർച്ച കുറഞ്ഞു എന്നുള്ളൊരു പ്രശ്നമേ ഉണ്ടാവില്ല. അടുത്തതായിട്ട് 1 ഗ്ലാസ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ തൊലിയാണ് കേട്ടോ, ചെറുനാരങ്ങ അല്ല, ചെറുനാരങ്ങയുടെ തൊലി നമുക്ക് കളയാൻ വെച്ചേക്കുന്ന. അതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തിളക്കണം. നല്ലതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് അതൊന്ന് നേരിയ ചൂട്, ഒരു പകുതി മുക്കാൽ ചൂട് പോയി കഴിയുമ്പോൾ നമ്മളുടെ സിങ്കിലേക്ക് ഈ ഒരു മിശ്രിതം ഒഴിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുകയും വേണം ചെയ്ത് നോക്കിയതിന് ശേഷം. അതുപോലെ തന്നെ തന്ന സപ്പോർട്ടുകൾ തന്നെ നിങ്ങൾ തുടർന്നും സപ്പോർട്ട് നൽകാം കേട്ടോ. ഈ ഒരു മിശ്രിതം ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പാറ്റ, പ്രാണികൾ, അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ വരുന്നത്. മഞ്ഞളിന് ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലിയും എല്ലാം നല്ലൊരു ബെനിഫിറ്റ്, ഉപ്പും ഉണ്ട്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പാറ്റയുടെ അംശം തന്നെ ഇല്ലാതാകാനായിട്ട് സാധിക്കും. ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.